കുറച്ച് നാളുകളായിട്ട് ഫേസ്ബുക്ക് തുറക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സംശയമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി അറിയാമെങ്കിൽ പറഞ്ഞു തരിക. APM എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാനെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ APM എന്ന് പറയുന്ന പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ മറ്റൊരു പാർട്ടിയായ BNCയുടെ ഇലക്ഷൻ പ്രചരണങ്ങളിലും ഘോഷയാത്രകളിലും മാർച്ചിലും റാലിയിലും സെക്രട്ടേറിയറ്റ് മാർച്ചുകളിലും സമരങ്ങളിലും ഒക്കെ എനിക്ക് പങ്കെടുക്കാൻ കഴിയുമോ? APM എന്ന് പറയുന്ന പാർട്ടിയുടെ മെമ്പർ ആയിരിക്കെ തന്നെ BNC എന്ന് പറയുന്ന പാർട്ടിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ APM എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കുമോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമോ? അതുമല്ല എങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം വകവെച്ച് തരുമോ? എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? എനിക്ക് മറ്റൊരു സംശയം കൂടി ഉള്ളത്, 54 എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടറാണ് ഞാനെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. 54 ന്യൂസിന്റെ ഒരു ഐഡന്റിറ്റി കാർഡും അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന മൈക്കിൽ 54 ന്യൂസിന്റെ ഒരു ലോഗോയും ഉണ്ട്. ഇത് രണ്ടും ഇളക്കി മാറ്റിയിട്ട് എനിക്ക് ആഫ്രിക്കൻ നെറ്റിന്റെ ഐഡന്റിറ്റി കാർഡും അവരുടെ ലോഗോയും ഉപയോഗിച്ചുകൊണ്ട് 54 ന്യൂസിനകത്ത് തന്നെ ന്യൂസ് റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുമോ? ഞാൻ ചാനൽ സൗഹൃദത്തിന്റെ പേരിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ 54 ന്യൂസിൽ നിന്ന് പുറത്താക്കുമോ? അതല്ലെങ്കിൽ എനിക്കെതിരെ നടപടികൾ സ്വീകരിക്കുമോ? എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് അറിയാനും എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് കമന്റ് ചെയ്യുക.